especially for lawyers, debits and credits are difficult. I know most of my friends say that when you talk about debits and credits, it is something heavy. Don't tell us because we are all glued to the IBC or CRBC, and we don't like to know what is debit and credit. അങ്ങനെയുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് വക്കീലന്മാരുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ there is going to be immense opportunity down the line. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആദ്യം കോർപ്പറേറ്റ് ഡെറ്റർ പണമായിട്ട് കമ്പനികൾക്ക് കൊടുക്കുന്ന ഫൈനാൻസിയേഴ്സിന് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് കൊടുക്കുന്നവരെ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. എംപ്ലോയീസും ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് കാറ്റഗറി വരും. ഗവൺമെൻറ് യൂസ് എല്ലാ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് കാറ്റഗറി വരും. പിന്നെ ഈ കമ്പനിയുടെ ഉടമസ്ഥന്മാരായിരുന്ന ആൾക്കാർ CARP തുടങ്ങി കഴിഞ്ഞാൽ അവരെ പറയുന്നത് സസ്പെൻഡഡ് ഡയറക്ടേഴ്സ് എന്നാണ്. അവരും ഇതിൻ്റെ അകത്തൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഇവർക്ക് എല്ലാവർക്കും ലീഗൽ അസിസ്റ്റൻസ് വേണം. ഇങ്ങനൊരു when this law is put into track, all these stakeholders would need legal assistance. അപ്പോൾ അവിടെയാണ് IBC is going to give you immense opportunity എന്നുള്ളതാണ് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്? ഇപ്പോൾ ആപ്ലിക്കബിൾ ആക്കിയിരിക്കുന്നത് കോർപ്പറേറ്റ് പേഴ്സൺസ്, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേംസ്. പാർട്ണർഷിപ്പ് ഫേംസും ഇൻഡിവിജ്വൽസിൻ്റെയും നോട്ടിഫൈ ചെയ്തിട്ടില്ല. എന്നാൽ പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിന് ഏതെങ്കിലും കോർപ്പറേഷനോ പേഴ്സണൽ ഗ്യാരണ്ടി ഏതെങ്കിലും ഇൻഡിവിജ്വൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ that is also notified. അപ്പോൾ ഈ 3 കാറ്റഗറിയാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്: കമ്പനീസ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേംസ് ആൻഡ് പേഴ്സണൽ ഗ്യാരണ്ടേഴ്സ്. ഇത്രയും ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് എപ്പോഴാണ് ഇത് ട്രിഗർ ചെയ്യുന്നത്? when there is a default എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കടം വാങ്ങിച്ചു, 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചു, 10 ലക്ഷം രൂപ 10 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയിട്ട് പേ ചെയ്തിട്ടില്ലെങ്കിലും that amounts to default. അപ്പോൾ അത് ട്രിഗർ ചെയ്യാം. പക്ഷേ മിനിമം 1 crore ഉണ്ടായിരിക്കും. 1 crore ഉണ്ടെങ്കിൽ മാത്രമേ ട്രിഗർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആർക്കൊക്കെയാണ് ഇത് ഫയൽ ചെയ്യാൻ പറ്റുന്നത്? പണം കൊടുത്തിട്ട് കിട്ടാത്ത ഫൈനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഫയൽ ചെയ്യാം. ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുത്ത ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സിന് ഫയൽ ചെയ്യാം. കമ്പനി തന്നെ വിചാരിക്കുകയാണ് we have distress and we need some insolvency protection എന്നുണ്ടെങ്കിൽ അവർക്കും ഫയൽ ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്, അതായത് ഞാനൊരു 50 സ്ലൈഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലൈഡ്സ് ഈ കൂടെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതായിരിക്കും എളുപ്പമെന്ന് തോന്നും. ഈ സ്ലൈഡ്സിൻ്റെ കോപ്പി you can take it from the president. നിങ്ങൾക്കത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കോംപ്രഹെൻസീവ് ലെജിസ്ലേഷനാണ്. എ കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ ഫോർ ഇൻസോൾവൻസി റെസൊല്യൂഷൻ ഫോർ കോർപ്പറേറ്റ് പേഴ്സൺസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. Insolvency and liquidation of corporate persons came into force in December. Insolvency and bankruptcy for personal guarantors came into force again in December. ഇതിൻ്റെ വേറൊരു ബ്യൂട്ടി കൂടെ പറയാൻ വിട്ടുപോയി. ഈ നിയമം കൊണ്ടുവന്നപ്പോൾ 17 നിയമങ്ങൾ അമെൻഡ് ചെയ്തു. സാധാരണ എല്ലാ നിയമത്തിലും വക്കീലന്മാർക്കറിയാം നോൺ അബ്സ്റ്റാൻഡ് ക്ലോസ് എന്ന് പറഞ്ഞ സാധനം, നോട്ട് സ്റ്റാൻഡിങ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കോടതി ചെല്ലുമ്പോൾ കോടതി പറയും ഇതവിടെ നിൽക്കട്ടെ, വേറെ ലോ ഇതിന് മോളെ സൂപ്പർസീഡ് ചെയ്യും. പക്ഷേ IBCയുടെ കേസിൽ അങ്ങനെയല്ല. IBC 17 നിയമങ്ങൾ ഇതിനായിട്ട് അമെൻഡ് ചെയ്തിട്ട് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. IBCക്കാണ് അതിൻ്റെ സുപ്രമസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് സെക്ഷൻ 238 ഓഫ് IBC ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. അടുത്തതിലോട്ട് പോകൂ. ഇതൊരു വളരെ പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും. An act to consolidate and amend laws relating to reorganization and insolvency resolution. ഈ നിയമം ഒരു കമ്പനിയെ റീഓർഗനൈസ് ചെയ്യാനും ഇൻസോൾവൻസി റെസൊല്യൂഷനും
വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ടൈം ബൗണ്ട് മാനർ. നമ്മൾ മുമ്പേ കൊല്ലം കേസിൽ പറഞ്ഞു 35 കൊല്ലമെന്ന് പറഞ്ഞു. ഇതങ്ങനെയല്ല, 180 ദിവസം കൊണ്ട് ഈ കേസ് ട്രാക്കിൽ തീർന്നില്ലെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും. മാക്സിമം യു ക്യാൻ ഗോ അപ് ടു 330 days. ഫോർ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഫോർ മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ ഓഫ് അസറ്റ്സ് ഓഫ് സച്ച് പേഴ്സൺസ്. ഒരു കമ്പനി ഇൻസോൾവൻസിയിലായി കഴിഞ്ഞാൽ അത് ലിക്വിഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൻ്റെ ലിക്വിഡേഷൻ വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ കിട്ടുള്ളൂ. എന്നാൽ ആ കമ്പനിയിൽ ഒരു ഇൻസോൾവൻസി പ്രൊഫഷണലിനെ ഏൽപ്പിച്ച് അത് ഗോയിങ് കൺസേൺ ഫാക്ടറിയാണ്, ഫാക്ടറി നടക്കുന്ന ഫാക്ടറി നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിനെപ്പോഴും ഒരു ബെറ്റർ വില കിട്ടും. നടത്താൻ താല്പര്യമുള്ള മറ്റുള്ള ആൾക്കാർക്ക് അതിൽ വന്ന് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? യു ഗെറ്റ് എ ബെറ്റർ പ്രൈസ് ഫോർ എ പ്രോഡക്റ്റ് അതർവൈസ് യു വുഡ് ഹവ് ഗോട്ട് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ലിക്വിഡേഷൻ. അപ്പോൾ അതാണ് ഈ ഓരോ ഇതിനകത്തും lot of it need to be understood thoroughly. It has a lot of meaning when you start, and every day you will learn more things from this. It is a wonderful preamble to promote entrepreneurship. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു കമ്പനി തുടങ്ങി 3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ കമ്പനി ഈസ് നോട്ട് ഡൂയിങ് ഗുഡ് and I owe, let's say, lakhs and lakhs to banks and other places, and the total valuation, എൻ്റെ കമ്പനിയുടെ വാല്യുവേഷൻ നടത്തിയപ്പം എനിക്ക് 4 കോടി രൂപയുടെ വാല്യുവേഷനേ ഉള്ളൂ. വേറാസ് ദി ടോട്ടൽ തുടങ്ങിയ സമയത്ത് 10 കോടി രൂപ ഞാൻ ബാങ്കിൽ നിന്നൊക്കെ വാങ്ങിച്ചു. മൈ ലയബിലിറ്റി ഈസ് 10 crore ബട്ട് വാല്യുവേഷൻ ഈസ് ഓൺലി 4 crore. അപ്പോൾ ഈ 4 crore ഈ കമ്പനി വയബിളാണ്. ഈ റേറ്റിൽ 4 crore വെച്ചിട്ട് ഈ ലയബിലിറ്റി വെച്ചുകൊണ്ട് ഓടുകയാണെങ്കിൽ ദിസ് കമ്പനി ഈസ് വയബിൾ. ബട്ട് 10 കോടിയുടെ ലയബിലിറ്റി എടുത്തുകൊണ്ട് ഈ കമ്പനി വയബിൾ അല്ല. അപ്പോൾ വേറൊരു എൻ്റർപ്രണർ വന്നിട്ട് ഈ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അയാൾ 4 കോടി രൂപ വെച്ച് വാങ്ങിക്കുമ്പോഴത്തേക്കിന് അയാൾക്കത് എംപ്ലോയ്മെൻറ്റ് സേവ് ചെയ്യാം, കമ്പനി ഓടിച്ചുകൊണ്ട് പോകാം. ബാങ്കുകാർക്ക് ഈവൻ അതർവൈസ് ലിക്വിഡേഷന് പോയാലും 4 കിട്ടുള്ളൂ. കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് 10 കോടി രൂപ കടം വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഇക്വിറ്റി ക്യാപിറ്റൽ 5 കോടിയുണ്ട്. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി 5 crore ഫ്രം മൈ സൈഡ്, 10 crore ഫ്രം ദി ബാങ്ക്. ഇതാണ് എൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റൽ സൈഡ്. അസറ്റ് സൈഡിൽ എന്താണ്? ഞാൻ പോയി ഒരു ഫാക്ടറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫാക്ടറി എല്ലാം മേടിച്ചു. അതിന് 5 കോടി രൂപ. മെഷീനറി ഇമ്പോർട്ട് ചെയ്തു, അനദർ 5 കോടി. ബാക്കിയുള്ള വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചു വെച്ചു. അതെല്ലാം കൂടി 15. അപ്പോൾ ബാലൻസ് ഷീറ്റ് 2 സൈഡും ടാലി ചെയ്തു. ഞാൻ 3 കൊല്ലം ഇത് ഓടിച്ചു. ഫസ്റ്റ് ഇയറിൽ എനിക്ക് ലോസ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല, ആദ്യത്തെ കൊല്ലമല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൊല്ലമായപ്പോഴത്തേക്ക് കോവിഡ് വന്നു. പിന്നെ ഐ ഹാഡ് എ വണ്ടർഫുൾ മാർക്കറ്റിംഗ് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ബിയോണ്ട് മൈ capability, an external factor has affected my performance. അങ്ങനെ പിന്നെയും എനിക്ക് ലോസായി, പിന്നെയും അടുത്ത കൊല്ലം ലോസായി. അപ്പോൾ ബാങ്കുകാരൻ കണ്ണൂരിട്ടാൻ തുടങ്ങി, ഇത് പറ്റില്ല, കാശ് തന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് സ്ക്രാപ്പായിട്ട് വിൽക്കും എന്ന് പറയും. സ്ക്രാപ്പായിട്ട് വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ ഒരു വാല്യൂറെ കൊണ്ടുവന്ന് ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് മെഷീനറി എല്ലാം കൂടെ തൂക്കി വിറ്റാൽ ഒരു 4 കോടി രൂപ കിട്ടും. അപ്പോൾ ഈ 4 കോടി രൂപ ഇപ്പം ഇത് സ്ക്രാപ്പ് വാല്യൂ വിറ്റ് കഴിഞ്ഞാൽ ഈ ഫൈനാൻസ് ക്രെഡിറ്റേഴ്സ് ഈ 10 കോടി തന്നവർക്ക് 4 കോടിയേ കിട്ടുള്ളൂ. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് ഈ കമ്പനി നടത്തിക്കൊണ്ട് ഗോയിങ് കൺസേൺ ആയിട്ട് പോയി ഇത് സിമിലറായിട്ട് ബിസിനസ് നടത്താൻ താല്പര്യമുള്ള ഒരാൾ വന്ന് ഇതിന് വില പറയുകയാണെങ്കിൽ ഹി മൈറ്റ് പേ യു 4.5 or 4.75. കാരണം എവറിത്തിങ് ഈസ് ഡൺ. ഫാക്ടറി ഈസ് ദെയർ, ബിൽഡിംഗ് ഈസ് ദെയർ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം when you run a company as a going concern, maximization of value is more possible. അപ്പോൾ ഇൻസോൾവൻസി ബാങ്ക്രപ്സിയിൽ ഒരു കമ്പനി ഇൻസോൾവൻസിയിലായി കഴിഞ്ഞാൽ റെസൊല്യൂഷൻ പ്രൊഫഷണലെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അയാളുടെ ഫസ്റ്റ് ജോലി എന്നാന്ന് പറഞ്ഞാൽ ടു റൺ ദി കമ്പനി ആസ് എ ഗോയിങ് കൺസേൺ. ഞാൻ കാലിക്കറ്റിലുള്ള ഒരു ഓയിൽ മാനുഫാക്ചറിങ് കമ്പനി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ചെക്ക് സൈൻ ചെയ്യണമെങ്കിൽ അവർ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ചെക്ക് സൈൻ ചെയ്യുള്ളൂ. അവിടുന്ന് സാധനം പോകുന്നത്
അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ക്യാമറയിൽ ഇത്ര വണ്ടി പോകുന്നു എന്ന് പറയുമ്പോഴേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദർ ഈസ് ഗോയിങ് ടു ബി എ ബെറ്റർ വാല്യൂ ഫോർ ദി അസറ്റ്സ്. അപ്പോൾ അതാണ് ഈ മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൊമോട്ട് ദി എൻ്റർപ്രണർഷിപ്പ്, അത് വേറൊരാളെ കൊണ്ടുവന്ന് ഇത് വാങ്ങിക്കുന്നതാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, ഈ പ്രോസസ്സിൽ കൂടെ ഈ പണം ബാങ്കുകൾക്ക് തിരിച്ചു ചെല്ലുകയാണെങ്കിൽ what banks will do is they will give money to similarly placed people who wanted money. On the other hand, if the non-performing loans are remaining as non-performing loan, ഇപ്പം നമ്മുടെ കൊല്ലം കേസ് പോലെ ഇതുപോലത്തെ ഫാക്ടറി, ഈ പറഞ്ഞ ഫാക്ടറി കൊല്ലത്തെ നമ്മൾ മുമ്പേ പറഞ്ഞ കേസാണെങ്കിൽ ഈ 35 കൊല്ലം ഈ ഫാക്ടറി ബിൽഡിംഗ് അവിടെ കിടന്നാൽ ഈ സ്ക്രാപ്പിന് ₹1 പോലും കിട്ടുകയില്ല, തുരുമ്പെടുത്തെല്ലാം പോകും. അപ്പോൾ ഈ 180 ഡേയ്സ് കൊണ്ട് ടൈം ബൗണ്ടായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ എന്താ അവൈലബിലിറ്റി ഓഫ് ബാലൻസ് പ്രൊമോട്ട് എൻ്റർപ്രണർ വാല്യൂ ഓഫ് മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ നടക്കുന്നുണ്ട്. ആ പണം ബാങ്കുകളിലോട്ട് ചെല്ലുന്നുണ്ട്, ബാങ്കുകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണിത്. പിന്നെ അവസാനത്തെ ഏറ്റവും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓൾട്ടറേഷൻ ഇൻ ദി ഓർഡർ ഓഫ് പ്രയോറിറ്റി ഓഫ് ഗവൺമെൻറ് ഡ്യൂസ്. നിങ്ങളെല്ലാവരും ഇതുവരെ പഠിച്ചിരിക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചാർജ് ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്, അല്ലേ? സ്റ്റേറ്റ് ബാങ്കിന് ചിലപ്പോൾ 10 കോടി കിട്ടാനുണ്ട്, അത് കഴിയുമ്പോൾ ഉടനെ അതിൻ്റെ ഇടയിൽ കൂടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഇൻകം ടാക്സ് ലയബിലിറ്റി ഉണ്ട്, ഒരു പഴയ വാറ്റ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് അവിടെ മാറി നിൽക്കണം. ഈ കേസിൽ അങ്ങനെയല്ല. ഗവൺമെൻറ് പ്രയോറിറ്റി ഈസ് മെയ്ഡ് അറ്റ് ദി ലോവർ ബോട്ടം. അതാണ് ഈ ബ്യൂട്ടി ഓഫ് ദി ലോ. സാധാരണ നിയമം ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് അത് സാധാരണ വിട്ടുകൊടുക്കാറില്ല. ഇതിൽ അതിൻ്റെ ഒരു വാട്ടർഫോൾ മെക്കാനിസം ഉണ്ട്, ഈ പേയ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മെക്കാനിസം ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസത്തിൻ്റെ അകത്ത് ഗവൺമെൻറ് ഡ്യൂസ് അറ്റ് ദി ലോവസ്റ്റ് പ്രയോറിറ്റിയിലാണ്, ഇൻക്ലൂഡിംഗ് ദി ഓൾട്ടറേഷൻ ദി order of priority of government dues and established an Insolvency Bankruptcy Board of India. Insolvency Bankruptcy Board എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് ഈ നിയമം പ്രാവർത്തികമാക്കുന്ന ഒരു രീതി. ഇനി നമുക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് 2 സ്ലൈഡിൽ കൂടെ പോയിട്ട് ഇൻസോൾവൻസി പ്രൊഫഷണൽ ആകുന്നത് എങ്ങനെയാണെന്നും അത് 28 വയസ്സിന് പ്രായക്കുറവുള്ള കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ യങ്സ്റ്റേഴ്സ് ലോയേഴ്സിന് ദി ക്യാൻ ഗോ ഫോർ എ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട്. അതിൽ കൂടെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ. അങ്ങനെ ഒരു സാധനമുണ്ട്. വി വിൽ ഗോ ടു ദാറ്റ്. നമുക്ക് ബാക്കി എല്ലാം സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ഇനി ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ആൻഡ് ദർ ഈസ് എ നമ്പർ ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട്സ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു feel free to call me. I will be delighted to continue the knowledge share with anyone. My intention is to share what all I have learned at the later part of my life to people like you. That is the intention. അപ്പോൾ അതുകൊണ്ട് you can feel free to call me anytime. നമ്മൾ മുമ്പേ പറഞ്ഞു ആർക്കൊക്കെയാണ് ഈ നിയമം ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ഗിവൺ പേഴ്സണൽ ഗ്യാരണ്ടി. ഇവരാരെങ്കിലും ഒരു ലോൺ എടുത്തു, ആ ലോൺ ഡിഫോൾട്ടായി ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സും ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സും അല്ലെങ്കിൽ കമ്പനിക്ക് സ്വയമായോ കേസ് കൊടുക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. ലെറ്റ്സ് സേ കൊല്ലം ബാർ അസോസിയേഷൻ കമ്പനി എന്ന് വിചാരിക്കുക. എ കമ്പനി ഫോംഡ് ബൈ ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ് സെക്രട്ടറി ടു പ്രിൻറ്റ് ഗുഡ് ക്വാളിറ്റി ലോ ബുക്സ്. ഇതാണ് കമ്പനി. And you have taken a loan of 10 crore from State Bank of India, imported machinery from Germany. അങ്ങനെ ബിസിനസ് തുടങ്ങി. ബിസിനസ് 2 years down the line, business was not doing good and there is a default വന്നു. ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ബാങ്ക് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 14 daysനുള്ളിൽ ഇത് അഡ്മിറ്റ് ആക്കിയിരിക്കണം. ഇതാണ് അതിൻ്റെ മാൻഡേറ്റ്. കാരണം മൊത്തം 180 days കൊണ്ട് തീരണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ആ സ്ട്രിഞ്ചൻസി വേണം. 14 days കൊണ്ട് അഡ്മിറ്റാക്കണം. അഡ്മിറ്റാക്കി ഓർഡർ വന്നു കഴിഞ്ഞ് അഡ്മിറ്റ് ആകണമെങ്കിലും ഇത് സമ്മറി പ്രൊസീജിയറാണ്. സാധാരണ നമ്മളിവിടെ ചെയ്യുന്ന പോലെ അഡ്വർസറിയൽ പ്രൊസീജിയറല്ല.
സമ്മറി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് ഉണ്ടോ ഡിഫോൾട്ട് ഉണ്ടോ എന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഇത് മാത്രം ഉണ്ടെങ്കിൽ ഇത് അഡ്മിറ്റായി. അഡ്മിറ്റായി കഴിഞ്ഞാൽ ഓർഡറിൻ്റെ അകത്ത് പറയും ഈ കമ്പനി CIRP ഇനിഷ്യേറ്റ് ചെയ്തു. നമ്പർ 1, ഈ കമ്പനി നടത്താനായിട്ട് ഒരു ഇൻസോൾവൻസി പ്രൊഫഷണലെ അപ്പോയിൻ്റ് ചെയ്തു. നമ്പർ 2, ഇന്ന് മുതൽ ഇൻസോൾവൻസി ഈ CIRP CIRP എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് തീരുന്ന സമയം വരെ ദർ ഈസ് എ മൊറട്ടോറിയം. ഈ കമ്പനിയുടെ പേരിൽ ആർക്കും കേസ് കൊടുക്കാൻ പറ്റില്ല. കമ്പനിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിച്ചെടുക്കാം. അങ്ങനെ ഒരു കൂളിംഗ് പീരീഡിലാണ്. വേറെ ആൾക്കാർ കൊണ്ട് ഈ കമ്പനിയുടെ എതിരെ കേസ് കൊടുത്ത് അവർക്ക് അവരുടെ ബിസിനസ് ഫോക്കസ് പോകാതിരിക്കാനായിട്ടാണ്. ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഓർഡർ കൈ കെട്ടി കഴിഞ്ഞാൽ ഉടനെ നേരെ ആ കമ്പനി ചെല്ലുമ്പോൾ ഈ കമ്പനി ചിലപ്പോൾ 30 കൊല്ലം 50 കൊല്ലമായിട്ട് ഗ്രാൻഡ് ഫാദർ നടത്തിക്കൊണ്ടിരുന്നത് ഗ്രാൻഡ് സൺ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. ദേ മേ ബി തിങ്കിങ് ദാറ്റ് ഇറ്റ് ഈസ് മൈ ഓൺ കമ്പനി, വൈ ദി ഹെൽ ദിസ് മാൻ ഈസ് കമ്മിങ്, ഇത് ഞങ്ങളുടെ കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ആ സമയത്താണ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ചെന്നിട്ട് പറയും, സി ദിസ് ഈസ് ദി മാൻഡേറ്റ്, ദിസ് ഈസ് ദി ഓർഡർ, you are no more a director, you are called suspended director, your powers are curtailed, you cannot represent the company anymore, I am in charge. Insolvency professional പറയും, I am in charge, he is the de facto CEO of the company, he will have to sign the check, he have to take, sign the contracts, he will have to do everything. If it is a going concern, ഒരു ആശുപത്രിയാണെന്നിരിക്കട്ടെ, ഒരു ആശുപത്രിയാണെങ്കിൽ പോലും that ആശുപത്രി has to be run by the insolvency professional as a going concern. ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽ കയറി കഴിഞ്ഞ് 3-ാം ദിവസം അപ്പോയിൻ്റ് ചെയ്യുന്ന ആളിനെ പറയുന്നത് ഇൻ്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്നാണ് പറയുന്നത്. ഇൻ്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ കയറി ചാർജ് എടുത്തിട്ട് 3-ാമത്തെ ദിവസം ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് കൊടുക്കും. ഇംഗ്ലീഷ് പത്രത്തിലും മലയാളം പത്രത്തിലും കൊടുക്കും. എന്നിട്ട് പറയും, ദിസ് കമ്പനി ഈസ് ഇൻ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ്. ഈ കമ്പനിയിൽ നിന്ന് ആർക്കൊക്കെയാണോ പണം കിട്ടാനുള്ളത് അവരെല്ലാവരും ഇന്ന് തൊട്ട് 14 ദിവസത്തിനകം ക്ലെയിംസ് ഫയൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ട്രിഗർ ചെയ്തത് സ്റ്റേറ്റ് ബാങ്കാണ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്കാണ്. അപ്പോൾ ഈ പത്രപരസ്യം വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കും ക്ലെയിം ഫയൽ ചെയ്യണം. സ്റ്റേറ്റ് ബാങ്ക് അവിടെ ട്രിഗർ ചെയ്തു, കേസ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ റോള് കഴിഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ദെൻ വിൽ ബിക്കം എ റെഗുലർ ക്ലെയിമൻ്റായി. ഇൻസോൾവൻസി പ്രൊഫഷണലിൻ്റെ അടുത്ത് ഈ ക്ലെയിം ഫയൽ ചെയ്യണം. അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണലിന് he is being burdened with a very big job. അയാൾ ഉടനെ ബാലൻസ് ഷീറ്റൊക്കെ അനലൈസ് ചെയ്ത് നോക്കി ശരിയാണോ, ഡെറ്റ് ആണോ ശരിയാണോ. ചിലപ്പോൾ അവർ 10 കോടി എന്ന് പറയും, ഇയാൾ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന് 9 കാണത്തുള്ളായിരിക്കും. അത് 9 അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ ഈ ക്ലെയിംസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അയാൾ ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാക്കും. അതിന് പറയുന്നത് COC എന്ന് പറയും, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റ്. 21-ാമത്തെ ദിവസം കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ചെയ്തിട്ട്, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൽ ആരൊക്കെയാണ് വരുന്നത്? ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അൺറിലേറ്റഡ് പാർട്ടി, അവരുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉള്ളതോ റിലേറ്റഡ് പാർട്ടി അല്ലാത്ത ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ സസ്പെൻഡ് ഡയറക്ടേഴ്സും അവരൊക്കെ അവിടെ വന്നിരിക്കും, കാണാം, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഓപ്പറേഷണൽ ക്രെഡിറ്റർ, ടോട്ടൽ ക്ലെയിംസിൻ്റെ 10% ക്ലെയിമുള്ള ഒരു ഓപ്പറേഷണൽ ക്രെഡിറ്ററിനും വന്ന് അവിടെ ഇരിക്കാം. എംപ്ലോയീസിൻ്റെ ഒരാളും വന്നിരിക്കാം, അവർക്കൊന്നും വോട്ടിംഗ് റൈറ്റ് ഇല്ല. എന്നിട്ട് ഇൻസോൾവൻസി പ്രൊഫഷണൽ, എന്നിട്ട് ഈ 30th ഡേ ഫസ്റ്റ് COC മീറ്റിംഗ് കൂടും. ഈ മീറ്റിംഗ് കൂടിയിട്ട് ഇതിൻ്റെ റിപ്പോർട്ടുണ്ടാക്കി NCLTക്ക്, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഫയൽ ചെയ്യണം. ആ മീറ്റിങ്ങിൽ ദിസ് COC, ഈ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് വിൽ ഡിസൈഡ് വെദർ ദിസ് ഇൻ്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ ഓർ നോട്ട്. അവർ പറയാം, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, വി നീഡ് സംബഡി എൽസ് എന്ന് പറയുമ്പം ദേ ക്യാൻ റീപ്ലേസ് ഹിം വിത്ത് 66% വോട്ട്. എന്നിട്ട് വേറൊരു ഇൻ്ററിം പ്രൊഫഷനെ ആക്കാം. അന്ന് തൊട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഹി വിൽ ബി കോൾഡ് റെസൊല്യൂഷൻ പ്രൊഫഷണൽ. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് 30 days ഇൻ്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ, പിന്നെ അത് കഴിഞ്ഞ് റെസൊല്യൂഷൻ പ്രൊഫഷണലായി. ഈ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഉടനെ എന്ത് ചെയ്യും? 2 വാല്യുവേഷന് വിളിക്കും. വാല്യുവേഷനെ വിളിച്ചിട്ട് പറയും, വാല്യൂ ദിസ് കമ്പനി, ഇതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എത്രയുണ്ട്? എനിക്ക് 2 വാല്യൂ വേണം, ലിക്വിഡേഷൻ വാല്യൂ വേണം, ഫെയർ വാല്യൂ വേണം. പിന്നെ സെക്യൂരിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് 2 വാല്യൂ വേണം, ലിക്വിഡേഷൻ വാല്യൂ വേണം, ഫെയർ വാല്യൂ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതും വാല്യൂ ചെയ്യും. ഇത് വാല്യൂ ചെയ്തപ്പം he would know that what is the value of this company, fair value and liquidation value. എന്നിട്ട് he will make an information memorandum എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. This is a very detailed document.
ഈ ഇൻഫർമേഷൻ മെമ്മറാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. ഇറ്റ് അനലൈസസ് ദി എൻറ്റയർ കമ്പനി ഇൻ ഡീറ്റെയിൽസ്. ഇഫ് എനിബഡി വാണ്ട്സ് ടു know what this company is about, or if anybody wants to buy this company, the entire data is available in this. അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ മെമ്മറാണ്ടം ഉണ്ടാക്കിയിട്ട് he will publish an expression of interest പബ്ലിഷ് ചെയ്യും. ഇങ്ങനൊരു കമ്പനി CARPയിലാണ്. We have made the information memorandum. These are the the pros and cons. This is the marketability of this company എന്ന് പറഞ്ഞ് he will become extraordinary marketeer കൂടെ ആയിട്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് പറ്റുന്നവരാണോ എന്ന് നോക്കിയിട്ട് അവർക്ക് റിക്വസ്റ്റ് ഫോർ റെസൊല്യൂഷൻ പ്ലാൻ കൊടുക്കും. ആ റെസൊല്യൂഷൻ പ്ലാൻ കൊടുത്തു കഴിഞ്ഞിട്ട് റെസൊല്യൂഷൻ പ്ലാൻസ് അവർ തരും. എങ്ങനെയാണ് ഈ കമ്പനി ബൈ ഔട്ട് ചെയ്യുന്നത്, അറ്റ് വാട്ട് പ്രൈസ്, വാട്ട് ആർ ദി ടേംസ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് റെസൊല്യൂഷൻ പ്ലാൻ. ഈ റെസൊല്യൂഷൻ പ്ലാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് COC അനലൈസ് ചെയ്തിട്ട് COC വിത്ത് 66% വോട്ടിൽ ഇത് പാസ്സായി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൊടുത്ത് പ്ലാൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ എവറിബഡി. അത് കഴിയുമ്പോൾ ഒരാൾ വന്ന് പറയുക ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്ക് ക്ലെയിം ഫയൽ ചെയ്യാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇത് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ വന്നാൽ പോടാന്ന് പറയും. ഇല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇത് വൺസ് പ്ലാൻ ഈസ് അക്സെപ്റ്റഡ്, ദാറ്റ് ഈസ് ഫൈനൽ, ദാറ്റ് ഈസ് ബൈൻഡിങ് ഓൺ എവറിബഡി. ഇങ്ങനൊരു ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സിൽ പോകുന്ന 180 ഡേയ്സ് കൊണ്ട് ഇത് പോകും. സപ്പോസ് ഒരു പ്ലാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗോ ഇൻ ടു ലിക്വിഡേഷന് പോയി. അപ്പോൾ വേറൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കൂടെ ലിക്വിഡേറ്റ് ചെയ്ത് ആ കിട്ടുന്ന പണം ഒരു വാട്ടർഫോൾ മെക്കാനിസം എന്ന് പറയും. ആദ്യം റെസൊല്യൂഷൻ ഇത് നടത്താനായിട്ട് എടുത്തിരിക്കുന്ന CARP കോസ്റ്റ്, പിന്നെ എംപ്ലോയീസിൻ്റെ 12 മാസത്തെ ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും, പിന്നെ സെക്യൂർഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കൊടുക്കും, അൺസെക്യൂർഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കൊടുക്കും, ഏറ്റവും അവസാനം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിനുള്ളൂ. ഇതാണ് ആ ബ്യൂട്ടി ഓഫ് ദി ലോ. ഇങ്ങനെ ഹോൾ പ്രോസസ്സിൽ കൂടെ പോയി ഡിസ്ട്രസ്ഡ് ആകുന്ന ഒരു കമ്പനിയെ റെസൊല്യൂഷനിൽ കൂടെ ബാക്ക് ട്രാക്കിൽ കൊണ്ടുവരുന്ന ഒരു മെക്കാനിസമാണ് ഈ നിയമം. അപ്പം ഇതിൽ കൂടെ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Now if you start reading, this will give you a real insight. പോരെ? അപ്പം നിർത്തിക്കോട്ടെ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പെറ്റീഷൻസ് എവിടെയാണ് ഫയൽ ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 408 പ്രകാരം നിയമിച്ചിരിക്കുന്ന നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്. കൊച്ചിയിലൊരു ബെഞ്ചുണ്ട്. ഇത് ഓൺലൈനാണ് ഫയലിങ്. ഓൺലൈൻ ഫയലിങ്ങിന് ശേഷം ഒരു ഫിസിക്കൽ കോപ്പിയും കൊടുക്കണം. ഫിസിക്കൽ കോപ്പി എടുത്ത് വെച്ച് അവർ കണ്ണാടി വെച്ച് നോക്കും. എവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്. അതിൻ്റെ അപ്പീലേറ്റ് അതോറിറ്റി നാഷണൽ കമ്പനി NCLAT നാഷണൽ കമ്പനി അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയും. അത് കൊച്ചിയിലുണ്ട്. പ്രിൻസിപ്പൽ ബെഞ്ച് ഇൻ ഡൽഹി. ഓക്കെ. ഒരു വൺ ഓഫ് ദി വെരി റിലവൻറ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാണ്. ഒരു ഡിഫോൾട്ട് ഉണ്ടായ കേസിൽ സെക്യൂരിറ്റൈസേഷൻ സർഫാസി നിയമത്തിൽ കൂടെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞെടുത്ത് the question asked is whether once the proceeding is in the process in securitization, can IBC be invoked? Definitely yes. IBCയുടെ 238 എന്ന് പറഞ്ഞ അപ്പോൾ അതിൻ്റെ ആൻസർ IBC സർഫാസി പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിലും IBC കൊടുത്തു കഴിഞ്ഞാൽ സർഫാസി അവിടെ നിൽക്കും. മൊറട്ടോറിയം വെച്ചുകൊണ്ട് അവിടെ നിൽക്കും. സർഫാസി പിന്നെ മൂവ് ചെയ്യത്തില്ല. IBCയിൽ എന്തെങ്കിലും റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ സർഫാസി മൂവ് ചെയ്യൂ. But that is one more reason for you to start understanding the IBC. അടുത്ത ചോദിച്ചു.
ടൊമാറ്റോ പേസ്റ്റോ വളർന്നു. അത് എങ്ങനെയാണ് പ്രോസസ്, എങ്ങനെയാണ് എംപാൻ ചെയ്യുന്നത്, അതിൻ്റെ രീതി, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, അതിനുള്ള പ്രോസസ്. രണ്ടാമത്തെ സമയം ഈ 66% വോട്ട് വന്നില്ല, അതിനകത്ത് കൺഗ്രസ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സംവിധാനം? ഈ കമ്മിറ്റി അൺഎൻഡിങ്ങായിട്ട് തീരുമാനമെടുക്കാൻ നീണ്ടുപോയത് അതിനകത്താണ് ഒരു മെക്കാനിസം ഒരു നീണ്ടുപോകും, ഒരു തീരുമാനമെടുക്കും. വളരെ വർഷങ്ങൾ നീണ്ടുപോകും കമ്മിറ്റി. അപ്പോൾ അതിനകത്തുള്ള റിലീഫ്സ് എന്തെങ്കിലും ഏതൊക്കെ രീതിയിലാണ്? ഓക്കെ, ഇപ്പോൾ ഈ COCയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആൾ ഇൻസോൾവൻസി പ്രൊഫഷണലാണ്. ഇപ്പോൾ സാറ് ചോദിച്ച ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഒരു റെസൊല്യൂഷൻ ഒരു പർട്ടിക്കുലർ ഏരിയ ഡിസ്കസ് ചെയ്തിട്ട് they didn't reach a concurrence of 66%. What would we do? അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ത് ചെയ്യും? He will reanalyze it. He will put back the same mechanism, to one more സെഷനിലോട്ട് ഒരു മീറ്റിങ്ങിലോട്ട് വെക്കും. ആ മീറ്റിങ്ങിൽ വെക്കുമ്പോൾ ഇതെല്ലാം ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ക്രെഡിറ്റേഴ്സാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ടൈം വാല്യൂ ഓഫ് മണിയാണ് അവരുടെ പൈസ, ഇൻട്രസ്റ്റ് കിട്ടുന്നതൊക്കെയാണ്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് റെസൊല്യൂഷൻ വേണം. അപ്പോൾ അവരത് വൺ വേ ഓർ അതർ സോർട്ട് ഔട്ട് ചെയ്യാറുണ്ട്. ഇനി സപ്പോസ് സോർട്ട് ഔട്ട് ആയില്ല എങ്കിൽ അങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കിന് ഇറ്റ് വിൽ ഗോ ഇൻ ടു ലിക്വിഡേഷൻ. വെൻ ദർ ഈസ് നോ റെസൊല്യൂഷൻ ദി അൾട്ടിമേറ്റ് റിസൾട്ട് ഈസ് ഗോയിങ് ഇൻ ടു ലിക്വിഡേഷൻ. അപ്പം ഇതെല്ലാം ഇൻസോൾവൻസി പ്രൊഫഷനിൽ ഹി വിൽ ബി ഫയലിംഗ് എ റിപ്പോർട്ട് ടു ദി ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയിലും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സൈമൾട്ടേനിയസ്ലി NCLTയിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് യു ഹാവ് ആസ്ക്ഡ് ഈസ് എങ്ങനെയാണ് എൻപാനലിന് വക്കീലന്മാർക്ക് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എൻപാനലിൽ ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് ഓൺലൈനിൽ പോയിട്ട് നിങ്ങളുടെ ഇത് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് യു ക്യാൻ വക്കാലത്ത് ഫയൽ ചെയ്യാം. ഒൺലി എംപാനൽമെൻറ്റിൻ്റെ ഒക്കെ വരുന്നത് ഒൺലി വെൻ യു ആർ എ റെസൊല്യൂഷൻ പ്രൊഫഷണൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് that is a different process. You have to qualify the examination, then you have to become a member of the IPA, then through IPA you have to register with the Insolvency Bankruptcy Board of India. You have to get a ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന പോലെ ഒരു സാധനമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് രണ്ട് പ്രോസസ്സ്. വക്കീലന്മാർക്ക് നോ നീഡ്, യു ക്യാൻ പ്രാക്ടീസ്. ഏതാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ? ഇല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ദിസ്. അതല്ലേ പറഞ്ഞേ, ഇത് കോർപ്പറേറ്റ് പേഴ്സൺസ്, കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേംസ്, പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ കമ്പനീസും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്സും മാത്രമേ വന്നിട്ടുള്ളൂ. Individuals who have given personal guarantee for a corporation is also in this process now. Jurisdiction എന്ന് പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, കൊച്ചി ബെഞ്ച്. കേരളത്തിലെ കേസാണെങ്കിൽ കൊച്ചി ബെഞ്ചിൽ. പബ്ലിക് അനൗൺസ്മെൻറ്റ്. അതെ, അത് നമ്മൾ കൊടുക്കുന്ന ആ പത്രത്തിൻ്റെ ഏതെങ്കിലും ഇതുണ്ടോ? ഇറ്റ് ഹാസ് ടു ബി ഇൻ എ വെർണാക്കുലർ ലാംഗ്വേജ്. സെക്യൂരിറ്റൈസേഷൻ ഉണ്ട്, അത് ഒരു പ്രോമിനൻ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് ഇതിനകത്ത് വേണം, അത് ഇത്രയും സർക്കുലേഷൻ ഉള്ളത് വേണം, അല്ലെങ്കിൽ ഒരു വെർണാക്കുലർ ലാംഗ്വേജിന് വേണം. ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ബിക്കോസ് എ പേഴ്സൺ ഹൂസ് എ ക്രെഡിറ്റർ ഈസ് അറ്റ് മദ്രാസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലും വേണം പറഞ്ഞിരിക്കുന്നുണ്ട്. ലോക്കൽ വെർണാക്കുലർ ലാംഗ്വേജ് ഇൻ ദാറ്റ് ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് റൂളിൽ, അതാണ് പറഞ്ഞിരിക്കുന്നത്. വെർണാക്കുലർ ലാംഗ്വേജ് ഇൻ ദാറ്റ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ തൃശ്ശൂർ, വാട്ട് ഐ ഹാവ് ഡൺ ഇസ് വെർണാക്കുലർ ലാംഗ്വേജിലുള്ള തൃശ്ശൂർ എഡീഷൻ കൊടുത്തു. ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും കൊടുത്തു. അത് ഓൾ കേരളയ്ക്കും സെയിം പ്രൈസാണ്. ഇതിപ്പം മാതൃഭൂമി കൊടുത്തപ്പം ഏകദേശം 50,000 രൂപ വന്നു. അപ്പോൾ വേറൊരു കേസിൽ ഞാനൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇപ്പം ഇതിൻ്റെ ഉടമസ്ഥന്മാർ ഡ്യൂറിങ് ദി പ്രോസസ്സ് പണം മാറ്റി ചെലവഴിക്കുകയോ എന്തെങ്കിലും ഫ്രോഡൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പഫേ ട്രാൻസാക്ഷൻ എന്ന് പറയും, പ്രിഫറൻഷ്യൽ അണ്ടർ വാല്യൂഡ്
undervalued, preferential, undervalued, extortionate credit transaction, fraudulent transaction. ഈ 4 ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ത്രൂ എ റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ ഇൻസോൾവൻസി കമൻസ്മെൻറ്റ് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 2 കൊല്ലത്തേക്ക് ബാക്ക് ട്രാക്കിലുള്ള ട്രാൻസാക്ഷൻ എല്ലാം നോക്കണം. ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ റിലേറ്റഡ് പാർട്ടി അല്ലാത്തതാണെങ്കിൽ 1 കൊല്ലത്തെ നോക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്വാണ്ടിഫൈ ചെയ്ത് കേസ് കൊടുക്കണം. ഞാൻ 22 കോടി രൂപയുടെ കേസ് കൊടുത്തിട്ട് 8.3 crore എനിക്ക് അവാർഡ് ചെയ്തു 4 കേസിലായിട്ട്. അപ്പോൾ ബാങ്കേഴ്സാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞ് ഇത് എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കേസ് ഇത് അവർ ഈ പണമൊക്കെ എവിടെയൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ട് കിട്ടാൻ പ്രയാസമാണ്. ഈ റൈറ്റ്സ്, ഈ ജഡ്ജ്മെൻറ്റ് റൈറ്റ് വാങ്ങാൻ താല്പര്യമുള്ള ഏജൻസികൾ കാണും. വൈ ഡോണ്ട് യു ട്രൈ ടു സെൽ ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് അത് നോക്കിയപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് പർട്ടിക്കുലറായിട്ട് പറഞ്ഞു ഗീവ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ എക്കണോമിക് ടൈംസ്. അപ്പോൾ എക്കണോമിക് ടൈംസിൽ ആ ഒരു പരസ്യത്തിൻ്റെ 2.5 ലക്ഷം രൂപയായി. അപ്പോൾ അത് റൂളിൽ പറഞ്ഞിട്ടുള്ളതല്ല. ദിസ് ഈസ് എ പർട്ടിക്കുലർ ഡിമാൻഡ് ബൈ ദി COC ദാറ്റ് ദിസ് ഷുഡ് ബി സോൾഡ്. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പം ഈ ക്വസ്റ്റ്യൻ നോ. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സുപ്രീം കോടതി ഡിസിഷൻ ഉണ്ടായിരുന്നു. The reason that the party was unaware of CARP is not a good reason to admit claims. അവിടെ തീർന്നു. Once a resolution plan is admitted, chapter is closed. You cannot open it. Once and for all open. അതിന് ഒരു പറയുന്നത് ജസ്റ്റിസ് നരിമൻ അദ്ദേഹത്തിൻ്റെ ഒരു കേസിൽ പറയുന്നത് ഇത് കഴിയുമ്പം ഇഫ് ദി ന്യൂ കമ്പനി വാങ്ങിക്കാൻ വരുന്ന ആളുണ്ടല്ലോ, വാങ്ങിക്കാൻ വരുന്ന ആൾ ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പം വാങ്ങിച്ച് കഴിയുമ്പം വേറൊരാൾ വന്ന് പറയും എനിക്ക് ഇത്രയും പൈസ തരണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. സോ എ സക്സസ്ഫുൾ റെസൊല്യൂഷൻ ആപ്ലിക്കൻറ്റ് ഷുഡ് നോട്ട് ബി ബേർഡൻഡ് വിത്ത് എ ഹൈഡ്ര ഹെഡ് പോപ്പിംഗ് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ലാംഗ്വേജിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഗാർഡനിൽ കൂടെ നടക്കുമ്പം പെട്ടെന്ന് ഫൗണ്ടൻ വന്ന് വെള്ളം അടിക്കുകയല്ലേ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവരുത്. ഈ ക്ലെയിംസ് എല്ലാം ഫിക്സ്ഡ് ആണ്. 14 days 90 ദിവസം വരെയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഈസ് ഓവർ. അപ്പോൾ ഈ ചെന്നൈയിലുള്ള ഒരാൾ അയാൾക്ക് അറിയാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് ഇൻസോൾവൻസി ബാങ്ക്രപ്സി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിബഡി വുഡ് നോ. രണ്ടാമത് ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ഇതുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുണ്ടാവാം. പക്ഷേ ഇൻ മൈ കേസ് ഓപ്പറേഷണൽ ക്രെഡിറ്റർ ഫ്രം ജർമ്മനി ഹാസ് ഫയൽഡ് ക്ലെയിം ഫയൽ ചെയ്തു, 16 കോടി രൂപയുടെ ഫയൽ ചെയ്തു. അപ്പോൾ അവർ ദേ ആർ ഇൻ ദി പിക്ചർ. അറിയാം ഏതാ അല്ല ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ വേണം. ഈ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് എന്ന് പറയുന്നത് 1 crore വേണം. അല്ല അത് കമ്പൈൻ ചെയ്യാം, വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. ഇപ്പം ഞാനൊരു ഫൈനാൻഷ്യൽ ക്രെഡിറ്റർ ആണെന്ന് വിചാരിച്ചു, എനിക്ക് 50 ലക്ഷമുണ്ട്, സാറൊരു ഫൈനാൻഷ്യൽ ക്രെഡിറ്ററാണ്, സാറിൻ്റെ എനിക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഫയൽ ടുഗദർ. അങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല. ആ അത് അങ്ങനെ ഇപ്പം PVS ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റൽ, ഇതൊരു ക്ലാസിക് കേസാണ്. ത്രൂ റെസൊല്യൂഷൻ പ്ലാൻ PVS ഹോസ്പിറ്റൽ ഈസ് നൗ ഓൺഡ് ബൈ ലിസി ഹോസ്പിറ്റൽ. അവിടെ ഇത് ട്രിഗർ ചെയ്ത് അവിടെ ഒരു ക്ലീനിങ് കമ്പനി നടത്തുന്ന ഒരാളായിരുന്നു. ദേ ഹാഡ് ടു ഗെറ്റ് 50 lakhs. ഒരു ഡോക്ടർക്ക് 55 എങ്ങാനുണ്ട്. ദേ കമ്പൈൻ ടുഗദർ ചെയ്തു. അപ്പോൾ ഇത് യു നീഡ് ടു ഷെയർ ദി ഇൻഫർമേഷൻ. ഇത് കാശ് കിട്ടാനുള്ളതിന് ഈ പിന്നെ വാലയിൽ തീ പിടിച്ച പോലെ ഓടുകയല്ലേ.
അപ്പോൾ അവൻ്റെ ഡ്യൂ ഡെലിജൻസിൽ ഡെഫിനറ്റ്ലി ഹി വിൽ കം അക്രോസ് ലോട്ട് ഓഫ് പീപ്പിൾ. അങ്ങനെ കിട്ടും. Adv Professional എന്ന നിലയിൽ സാറിൻ്റെ മുന്നിലുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയർ അതിൻ്റെ RP ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഞാൻ RP ആയിട്ട് ഇൻ്റലിം IRP ആയിട്ട് കാലിക്കറ്റിനപ്പുറമുള്ള ഒരു ഫാക്ടറി ചെന്നു കഴിഞ്ഞപ്പം കുറേ പാർട്ടി പൊളിറ്റിക്സൊക്കെ ഉള്ള ആൾക്കാരാണ് അത് നടത്തുന്നത്. 10-15 പേരുണ്ട്. അപ്പോൾ അവരോടെല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ റെസൊല്യൂഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും വലിയ തയ്യാറെടുപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ചുമ്മാ വിരട്ടി ഓടിച്ചു വിടുന്ന പണിയുണ്ടല്ലോ, അങ്ങനെയുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ എന്നെ രക്ഷിച്ചതൊരു കാര്യം എന്താണെന്നറിയോ? ഹൈക്കോടതി വക്കീലെന്ന് പറഞ്ഞു. റെസൊല്യൂഷൻ പ്രൊഫഷണലാണെന്നല്ല പറഞ്ഞ്, വക്കീലും കൂടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ നമ്പർ ഒന്നും എടുക്കണ്ട, ഇത് നിങ്ങളിത് ഈ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നാളെ തന്നെ 19(2) എന്ന് പറഞ്ഞൊരു IBCയിൽ 19(2) when the suspended directors are not cooperating with the resolution professional, he has every right to file an application before the NCLT and get an order wherein they will be asked to comply with. അങ്ങനെയുള്ള അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ടത് കഴിഞ്ഞപ്പം they all fell in line. അപ്പോൾ അവർക്ക് ആദ്യം ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, ദിസ് ഈസ് നോട്ട് ആൻ അഡ്വേഴ്സറിയൽ തിങ്. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള മെക്കാനിസമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു കമ്പനിക്ക് ഡിസ്ട്രസ് ഉണ്ട്. ഈ ഡിസ്ട്രസ്സിൽ നിന്ന് നിങ്ങൾക്ക് കം ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലിക്വിഡേഷൻ പോകണം, നിങ്ങൾ വിറ്റുപോകും. ഈ MSME ആണെങ്കിൽ ഈ ഡിഫോൾട്ട് ഉള്ളവർക്കും റെസൊല്യൂഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദേ വർ ക്വൈറ്റ് ഹാപ്പി. പിന്നെ ദേ സ്റ്റാർട്ടഡ് അപ്പോൾ സാറേ അവിടെ താമസിക്കുക, ഇന്ന് പോകണ്ട നാളെ പോകാമെന്ന് വരെ പറഞ്ഞു. അത്രയും ചൂടായി നിന്ന ആൾക്കാർ. ബട്ട് ഇമ്മീഡിയറ്റ്ലി വാട്ട് ഐ ഹാവ് ഡൺ ഇസ്, ഞാൻ സെക്യൂരിറ്റിയെ മാറ്റി വേറെ സെക്യൂരിറ്റി വെച്ചു. ഓഫീസിൽ ഒരാളിനെ പ്ലേസ് ചെയ്തു. ഓൾ പ്രൊഡക്ഷൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. ബാങ്കിലെല്ലാം ലെറ്റർ അയച്ചു. ചെക്കുകളൊക്കെ പുതിയ സിഗ്നേച്ചറിലേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പേയ്മെൻറ്റ് വരുമ്പോഴത്തേക്കിന് ബാങ്കിൽ നമ്മളോട് വിളിച്ച് എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചത് കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ പോകും.